കഴിയുന്നത്ര ജോലി ചെയ്യുക, ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം അല്ലലില്ലാതെ ജീവിക്കുക, സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന സ്വന്തം കുടുംബത്തിന് കൈത്താങ്ങാകുക. ഭർത്താവിൻ്റെ കൈപിടിച്ച് യമനിലേക്ക് വിമാനം കയറുമ്പോൾ നിമിഷപ്രിയയ്ക്ക് ഇത്ര മാത്രമായിരുന്നു ആഗ്രഹം. എന്നാൽ കൊച്ചുമോഹങ്ങളുമായി എത്തിയ ആ ചെറുപ്പക്കാരിക്ക് യമൻ കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. വിധിയുടെ വിളയാട്ടത്തിൽ ജീവിതം തകർന്ന നിമിഷപ്രിയ ഇന്ന് ജയിലിനുള്ളിലെ ഇരുട്ടറയിൽ മരണം കാത്ത് കഴിയുകയാണ്. നല്ല ജോലിയും മികച്ച ജീവിതവും തേടി യമനിലേക്ക് വിമാനം കയറിയ നിമിഷപ്രിയയുടെ തലവര മാറുന്നത് 2017 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന പേരിൽ നിമിഷ പോലീസിന്റെ പിടിയിലായി. അതിവേഗത്തിൽ നടന്ന നിയമ നടപടികൾ അവസാനിച്ചതാകട്ടെ വധശിക്ഷ നൽകണമെന്ന ഉത്തരവിലും. 2012 നഴ്സായ നിമിഷപ്രിയ ഭർത്താവിനൊപ്പം യമനിലെത്തിയത്. ശേഷം ഇവിടുത്തെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ആരംഭിച്ചു. ഇതിനിടെയായിരുന്നു മഹദിയെ നിമിഷ പരിചയപ്പെട്ടത്. നിമിഷയുടെ വിശ്വാസം വീണ്ടെടുത്ത മഹദി പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തി. തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ക്ലിനിക്ക് ഉതകുമെന്ന് പ്രതീക്ഷിച്ച നിമിഷപ്രിയ മഹദിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. സർവ്വസമ്പാദ്യവും നൽകി നിമിഷയുടെ ഭർത്താവ് ടോമിയും ഒപ്പം നിന്നു. ആഗ്രഹം പോലെ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങി. എന്നാൽ മികച്ച രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് പിന്നെയും പണം ആവശ്യമായിരുന്നു. ഇതോടെ നിമിഷയും കുടുംബവും നാട്ടിലേക്ക് തിരികെ വന്നു. ശേഷം പണവുമായി നിമിഷ മാത്രമായിരുന്നു യമനിലേക്ക് തിരികെ പോയത്. ടോമിയും മകളും തിരികെ പോകാൻ ശ്രമിച്ചുവെങ്കിലും യമൻ സൗദി സംഘർഷത്തെ തുടർന്ന് ഇതിന് കഴിഞ്ഞില്ല. മഹദിയെ വലിയ വിശ്വാസമായിരുന്നു നിമിഷയ്ക്കും ഭർത്താവിനും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തങ്ങളെ അയാൾ ചതിക്കില്ലെന്ന് ഇരുവരും ഉറച്ച് വിശ്വസിച്ചു. ഈ വിശ്വാസം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ക്ലിനിക്ക് ആരംഭിച്ച ആദ്യ നാളുകളിൽ മഹദിയുടെ പ്രതികരണം. എന്നാൽ ബിസിനസ് പച്ചപിടിച്ചതോടെ മഹദിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ക്ലിനിക്ക് ആരംഭിച്ച ശേഷം നിമിഷയെ ഭാര്യ എന്നായിരുന്നു ഇയാൾ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നീട് ക്ലിനിക്കിന്റെ മുന്നോട്ട് പോക്കിന് എന്ന പേരിൽ നിമിഷയുമൊത്തുള്ള വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി. ഒടുവിൽ ഭീഷണിപ്പെടുത്തി നിമിഷയെ വിവാഹവും ചെയ്തു. പിന്നീട് ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനം മൊത്തം ഇയാൾ ഒറ്റയ്ക്ക് സ്വന്തമാക്കുകയായിരുന്നു. ഇതിനിടെ നിമിഷ നാട്ടിലേക്ക് പോകാതിരിക്കാൻ പാസ്പോർട്ടും മഹദി തട്ടിയെടുത്തു. ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു. ലൈംഗിക വൈകൃതത്തിനും ഇരയാക്കി. സഹികെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അത് അയാളുടെ പീഡനത്തിന്റെ ആക്കം കൂട്ടുകയേ ചെയ്തുള്ളൂ. ഏതു നിമിഷവും സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഘട്ടമെത്തിയതോടെ നിമിഷപ്രിയ സഹപ്രവർത്തകയായ ഹനാന്റെ സഹായം തേടി. മഹദിയുടെ കണ്ണുവെട്ടിച്ച് നാട്ടിലെത്താനുള്ള ഉപായമായിരുന്നു നിമിഷയ്ക്ക് ആവശ്യം. മയക്കുമരുന്ന് കുത്തിവെച്ച് മഹദിയെ മയക്കി കിടത്തിയ ശേഷം വിമാനം കയറി നാട്ടിലെത്താൻ നിമിഷയ്ക്ക് ഹനാൻ വഴി പറഞ്ഞു കൊടുത്തു. ഇത് പ്രകാരം മഹദിയെ മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിയ ശേഷം പാസ്പോർട്ടുമായി നിമിഷപ്രിയ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പോലീസിന്റെ പിടിയിലായി. അപ്പോഴേക്കും മഹദി കൊല്ലപ്പെട്ടിരുന്നു. മരുന്ന് കുത്തിവെക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നുമായിരുന്നു നിമിഷ കോടതിയെയും പോലീസിനെയും അറിയിച്ചത്. എന്നാൽ സാഹചര്യ തെളിവുകൾ പ്രതികൂലമായി. ഇവർ താമസിക്കുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടുനുറുക്കിയ നിലയിലായിരുന്നു മഹദിയുടെ മൃതദേഹം. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. കൂട്ടുപ്രതിയാക്കി ഹനാനെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ശിക്ഷയിൽ ഇളവ് തേടി യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അപേക്ഷ തള്ളുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നിമിഷപ്രിയയുടെ കുടുംബം യമൻ സർക്കാരിനെ സമീപിക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ശ്രമവും വിഫലമായി. വിചാരണ വേളയിൽ കടുത്ത നീതി നിഷേധമായിരുന്നു നിമിഷപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചു. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിച്ചുവെന്നും കുടുംബം പറയുന്നു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് നിമിഷപ്രിയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് നിമിഷപ്രിയയുടേത്. കേസ് നടത്തിപ്പിനായി വൻ തുകയാണ് ഇവർ ചിലവിട്ടത്. കുടുംബസ്വത്തും വിറ്റു. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് നിലവിൽ കുടുംബത്തിന് ഉള്ളത്.
സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിലായിരുന്നു നിയമ പോരാട്ടത്തിൽ കുടുംബത്തിന് താങ്ങായത്. കേന്ദ്ര സർക്കാർ തലത്തിലും എംബസി തലത്തിലും നടത്തിയ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് യമനിലെ മുതിർന്ന അഭിഭാഷകന്റെ സേവനം ലഭ്യമായി. മഹദിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമവും ആക്ഷൻ കൗൺസിൽ വഴി നടക്കുന്നുണ്ട്. എന്നാൽ ഈ പണം സ്വീകരിക്കാൻ മഹദിയുടെ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയയുള്ളത്. 2 മാസം മുൻപായിരുന്നു നിമിഷ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. മഹദിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ മോചനം സാധ്യമാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്നാൽ 2016 മുതൽ ഇന്ത്യക്കാർക്ക് യമനിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. യമൻ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നിമിഷയുടെ കുടുംബം.